നമസ്കാരം. 20th അവറാണ്, നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. ഇന്നൊരു ഖേദപ്രകടനമാണ്. ഒരു 19-കാരിയോട്. അവളുടെ പേര് ചിത്രപ്രിയ. അവളുടെ ഒരു ദൃശ്യം തെറ്റായി പ്രചരിപ്പിച്ചു. അതിൽ മാധ്യമങ്ങൾ ഉൾപ്പെടുന്നു. അതിനാണ് ഖേദപ്രകടനം. സ്വാഗതം 20th അവറിലേക്ക്. മലയാറ്റൂർ മൂണ്ടങ്ങമറ്റം സ്വദേശിനിയായിട്ടുള്ള 19-കാരിയായിട്ടുള്ള ചിത്രപ്രിയ ബംഗളൂരുവിൽ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുന്നവളാണ്. അവൾ ബിരുദ വിദ്യാർത്ഥിനി. അവളെ സെബിയൂരിലെ ആളൊഴിഞ്ഞ പറവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ചയാണ്. അതൊരു കൊലപാതകമാണ് എന്ന് വ്യക്തമായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ. അലൻ എന്ന 21-കാരനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേസ് അന്വേഷണം അവിടെ നടക്കട്ടെ. പോലീസ് അത് ഭംഗിയായി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. 20th അവർ ഇവിടെ ഖേദപ്രകടനം നടത്തുകയാണ്. ചിത്രപ്രിയയുടെ മരണത്തിന് പിന്നാലെ പുറത്തു വന്ന ഒരു CCTV ദൃശ്യം മറ്റ് മാധ്യമങ്ങൾക്കൊപ്പം ഞങ്ങളും സംപ്രേഷണം ചെയ്തു. പുലർച്ചെ 1:53 മലയാറ്റൂരിലെ ഒരു കുരിശടിക്ക് മുന്നിൽ 2 ബൈക്കുകളിലായി 4 പേർ വരുന്ന ദൃശ്യമായിരുന്നു അത്. ആദ്യത്തെ ബൈക്കിൽ നിന്നിറങ്ങിയത് ചിത്രപ്രിയ ആണെന്നും അലനാണ് ആ ബൈക്ക് ഓടിച്ചതെന്നും അന്ന് വാർത്തകൾ പരന്നു. പക്ഷേ അത് അവരായിരുന്നില്ല. ആ CCTVയിലെ സമയം ചിത്രപ്രിയയുടെ കുടുംബത്തിന് നേരെ വലിയ സൈബർ ആക്രമണത്തിന് വഴിവെക്കുകയും ചെയ്തു. പുലർച്ചെ 2 മണിയോട് അടുക്കുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങി നടന്നവൾക്ക് അത് വേണം എന്നുവരെ ചിലർ കമന്റ് ചെയ്തു. വലിയൊരു വേദനയെ നിൽക്കുന്ന ആ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ആ ആക്രമണം. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക തന്നെ വേണം, മാധ്യമങ്ങളാണെങ്കിലും. ചിത്രപ്രിയ ക്ഷമിക്കണം. തെറ്റായ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തു പോയതിന്. ചിത്രപ്രിയയുടെ കുടുംബവുമായി സംസാരിച്ചിരുന്നു ഇന്ന് 20th അവർ. അവരോടും നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുകയാണ്. എല്ലാ മാധ്യമങ്ങളും കൊടുത്തതല്ലേ എന്ന് പറഞ്ഞൊഴിയുന്നില്ല. ഞങ്ങളുടെ തെറ്റിൽ ഞങ്ങൾ ക്ഷമ പറയുന്നു. ചിത്രപ്രിയയുടെ കുടുംബവുമായി ഇന്ന് സംസാരിച്ചു. ഇന്നലെ മുതൽ ആ സംസാരം തുടങ്ങിയതാണ്. അതേ തുടർന്നാണ് ഇന്ന് കുറെ കൂടി തുറന്ന് അവർ 20th അവറിനോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. ആ CCTV ദൃശ്യത്തിന്റെ പേരിൽ വീട്ടുകാർ നേരിട്ട ആക്രമണം അത് പറഞ്ഞറിയിക്കുക പ്രയാസകരമാണ്. ചിത്രയുടെ സഹോദരി ഭർത്താവ് ശരത്ലാലാണ് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത് 20th അവറിനോട്. എങ്ങനെയാണ് ആ ദൃശ്യത്തിലുള്ളത് തങ്ങളുടെ കുട്ടി എന്ന് ബോധ്യപ്പെട്ടതെന്നായിരുന്നു ആദ്യ സംശയം. അപ്പോൾ ശരത്ലാൽ തന്നെ പറഞ്ഞു, അതിൽ ഉൾപ്പെട്ടവർ തന്നെ തങ്ങളോട് നേരിട്ട് ബന്ധപ്പെട്ടു. എങ്ങനെയാണ് അവർക്ക് ബോധ്യപ്പെട്ടതെന്ന് ആ കുടുംബം തന്നെ പറയട്ടെ. ഇതിനു മുമ്പ് സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന CCTV വിഷ്വൽസിൽ ഉണ്ടായിരുന്ന ഒറിജിനൽ ആയിട്ടുള്ള ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തു. കോൺടാക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് സിനിമ കണ്ട് മടങ്ങുന്ന വഴി 1:30 1:45 തോന്നുന്നു. ആ ടൈമിൽ അവരവിടെ പള്ളിയിൽ ഇറങ്ങി, ജസ്റ്റ് ഒന്ന് പള്ളിയിൽ ഇറങ്ങി ഒന്ന് പോയതാണ്. അവരതിൽ ഇൻവോൾവ് ആയതിന് ഭയങ്കര വിഷമമുണ്ട് അവർക്ക്. അവരെന്നെ വിളിച്ച് സങ്കടങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, അവരെനിക്ക് അന്ന് അവിടെ ഉണ്ടായിരുന്ന അവരെടുത്തിരുന്ന കുറച്ച് ഫോട്ടോസ് ഒക്കെ എനിക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്തെന്നു. ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ പോലീസുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അവർ ഓൾറെഡി പോലീസുമായിട്ട് സംസാരിച്ച് ഈ വിഷയങ്ങളൊക്കെ പോലീസിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ വിട്ട വീഡിയോസിന്റെ ഭാഗമായിട്ടാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ശരത്ലാല് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടത് 20th അവറിനോട് സംസാരിക്കുന്നതാണ്. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ ശരത്ത് ഇക്കാര്യം പോസ്റ്റ് ചെയ്തു. അതിനു മുമ്പ് തന്നെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അദ്ദേഹത്തിന്റെ പേര് കോൾ മീ അഖിൽ എന്നാണ്. ഒരു പക്ഷേ പ്രേക്ഷകരിൽ പലരും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിരിക്കും. കോൾ മീ അഖിൽ എന്ന ആ ഇൻസ്റ്റാ പേജിൽ അഖിൽദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ആ ദൃശ്യം വ്യാജമാണെന്ന് നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. അപ്പോൾ മുതൽ നമ്മൾ അന്വേഷണം തുടങ്ങിയതാണ്. അഖിലിനോടും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തേടി. അഖിലിനെ നേരിട്ട് വിളിച്ചാണ്
ഫോളോവർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി. അത് തൻ്റെയും തൻ്റെ ഭർത്താവിൻ്റെയും ദൃശ്യങ്ങളാണ് ഈ പ്രചരിക്കുന്നത് എന്ന് അറിയിക്കുന്നത്. അതായത് ആ പെൺകുട്ടിയും ഭർത്താവുമാണ് ആ ബൈക്കിൽ വന്നിറങ്ങിയത്. അങ്ങനെ ആ കാര്യം ആദ്യം പുറത്തുവിടുന്നത് കോൾ മീ അഖിൽ എന്ന ഇൻസ്റ്റാ പേജാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം നടന്നത് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ എനിക്കൊരു മെസ്സേജ് വരുമായിരുന്നു. എനിക്കൊരു പ്രൊഫൈലിൽ നിന്ന് മെസ്സേജ് വന്നിട്ട് കോൾ ചെയ്യാൻ പറ്റുമോ, ഈ ഒരു CCTV കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാനാന്ന് പറഞ്ഞു. ഞാൻ കോൺടാക്ട് ചെയ്യുമായിരുന്നു, നേരെ കോൾ ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ CCTV കാണുന്ന വ്യക്തികൾ ഞങ്ങളാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ്. അതിനെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള മെസ്സേജും കാര്യങ്ങളും തന്നെ അവർ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് സ്റ്റോറിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾ മലയാറ്റൂർ പള്ളിയിലേക്ക് രാത്രി സമയത്ത് പോയ ഒരു സമയത്തുള്ള CCTV ഫുട്ടേജ് ആണത്. അപ്പോൾ എനിക്ക് ജെന്യൂനായിട്ട് തോന്നാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഒരു കേസിൽ അവർ ഡയറക്റ്റ് വന്ന് പറയുവാണ് ഞങ്ങളാണ് ആ CCTV ഉള്ളത്. കാരണം ഇതൊരു നോർമലായിട്ടുള്ള ഒരു കേസല്ല ഒരിക്കലും. അപ്പോൾ അതിനുശേഷം അവർ മലയാറ്റൂരുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ച്, ആ ഒരു ടൈമിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ച് കൺഫർമേഷൻ തന്നതുകൊണ്ടാണ് ഞാൻ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് തന്നെ ഞാനത് സ്റ്റോറി ആയിട്ട് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി അത് എനിക്ക് തോന്നുന്നുണ്ട് ന്യൂസുകാരുമായിട്ട് കുറച്ചുകൂടി നമുക്ക് കണക്ട് ആവാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഞങ്ങളെ പോലെയുള്ള ക്രിയേറ്റേഴ്സിനെ ഇവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ അതായിരിക്കും കാരണം. അഖിൽ സൂചിപ്പിച്ചതുപോലെ ആ പെൺകുട്ടിക്കോ അവളുടെ ഭർത്താവിനോ മാധ്യമങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു കാണില്ല. അങ്ങനെ അഖിലിലേക്ക് എത്തി. എങ്ങനെയാണെങ്കിലും ആ ദൃശ്യത്തിൽ ഉള്ളത് തങ്ങളാണെന്ന് ആ ദമ്പതികൾ തുറന്നു പറഞ്ഞത് തന്നെ വലിയ കാര്യം. അതിനും പലരും മടിക്കും. അന്ന് മലയാറ്റൂരിൽ അവർ എത്തിയപ്പോൾ അവരെടുത്ത ഫോട്ടോകൾ ഉൾപ്പെടെ അഖിലിനോട് അവർ പങ്കുവച്ചിരുന്നു. അങ്ങനെയാണ് അവർ ഉറപ്പിക്കുന്നത് ആ ദൃശ്യങ്ങൾ തങ്ങളുടേതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത്. രാത്രി 1:53 സമയത്ത് ആ കുരിശടിയിൽ വന്നത് അവരാണെന്ന് ഉറപ്പിച്ചു പറയുന്നു ആ കുട്ടികൾ. ആ കുട്ടികളുടെ ആ ഒരു ധൈര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ കാര്യത്തിൽ. അതിന്റെ അവര് ആ മലയാറ്റൂർ പോയതിന്റെ ഫോട്ടോസും കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് ക്ലിയർ ആയിട്ട് ആ ഒരു ഫോട്ടോസും കാര്യങ്ങളും എനിക്ക് അയച്ചു തന്നിട്ടായിരുന്നു. അത് കൺഫേം ആയതിനു ശേഷം മാത്രമാണ് ഞാനത് സ്റ്റോറി ഇട്ടത്. അപ്പൊ അവരാദ്യം തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ കേസ് കൊടുക്കാനായിരുന്നു അവരോട് പറഞ്ഞത്. ഇങ്ങനെ ഒരു CCTV അവരുടെയാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കണമെങ്കിൽ കേസ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് എന്നോട് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആ ഒരു രീതിയിൽ എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും ആള് ഈ പറയുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും പബ്ലിക്കായിട്ട് ഇപ്പൊ കമന്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കമന്റുകൾക്ക് വഴി ആ ദമ്പതികളും പരസ്യമായി തന്നെ ധൈര്യപൂർവ്വം എത്തി എന്നുള്ളതാണ് ശ്രദ്ധേയം. പക്ഷേ അവർ ഇതുവരെയും ഒരു മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ 20 അവരോട് അവർ സംസാരിച്ചു. ഞാൻ അതിലേക്ക് എത്താം. ചിത്രപ്രിയയും കുടുംബത്തെയും അത്ര മോശമായി ചിത്രീകരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഞാൻ ആദ്യം കാണിച്ച സഹോദരനുണ്ടല്ലോ ശരത്ത്, സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. പക്ഷേ അവിടെയും മാധ്യമങ്ങൾ ആ വീഡിയോയെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചത്. കുടുംബം പോലീസിനെതിരെ രംഗത്തെത്തി എന്നുള്ള മട്ടിലായിരുന്നു ഒട്ടുമിക്ക മാധ്യമങ്ങളിലെയും വാർത്ത, മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ. പക്ഷെ അത് തെറ്റായിരുന്നു. ശരത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരത്ത് പറഞ്ഞത് ആ ദൃശ്യത്തിലുള്ളത് അത് തങ്ങളുടെ കുട്ടിയായിട്ടുള്ള ചിത്രപ്രിയ അല്ല എന്ന് മാത്രമായിരുന്നു. നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ അറിഞ്ഞത്. എല്ലാ രീതിയിലുള്ള കോണ്ടാക്ട്സും അദ്ദേഹം അവര് ഞങ്ങളുടെ അടുത്ത് മേടിച്ചിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് പല ന്യൂസിലും കണ്ടു, എന്റെ ഇന്നലത്തെ വീഡിയോസ് എടുത്തിട്ട് പിന്നെ കുടുംബം പോലീസിനെതിരെ എന്നുള്ള ഒരു വാർത്ത വളരെ തോതിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിൽ പ്രതികരിക്കണം തോന്നി. പക്ഷെ പോലീസുകാരുടെ തികച്ചും നല്ല രീതിയിലുള്ള അന്വേഷണത്തിന്റെയും പിന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെയും മറ്റുള്ള ടെക്നോളജീസിന്റെ ഒക്കെ സഹായത്തോടെയാണ് ഞങ്ങൾക്ക് ഈ കേസിന്റെ മതിയായ കാരണങ്ങൾ അറിയാൻ പറ്റിയത്. അതിൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പോലീസിനോട് നന്ദിയാണുള്ളത്. അവർ ഈ ഭാഗത്തുനിന്ന് അവർ ഇതിൽ നിന്നും തികച്ചും എന്താ പറയാ തെറ്റായ ഒരു സമീപനം ഞങ്ങളോട് നടത്തിയിട്ടില്ല. ശരത്ത് പറയുന്ന പോലെ ഒരു തരത്തിലും പോലീസ് തെറ്റായിട്ടുള്ള ഒരു കാര്യം അവരെ അറിയിച്ചിട്ടില്ല. പോലീസ് വളരെ നല്ല രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമാണ് കുടുംബത്തിന്. അത് അങ്ങനെ തന്നെ ആകുകയും വേണം. പോലീസ് ഇതിന്റെ കൂടുതൽ ഉള്ളഴികളിലേക്ക് പോയി കാര്യങ്ങൾ തിരക്കി ചികഞ്ഞ് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനി സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവർക്കും ആ കൊലപാതകം നടന്ന് അറിയേണ്ടത് എന്തിനാണ് അവൾ ചിത്രപ്രിയ രാത്രി 2 മണി വരെ അലന്റെ കൂടെ കറങ്ങി നടന്നു എന്നുള്ളതായിരുന്നു. ഈ 2 മണി എന്നുള്ള കാര്യം വന്നത് എങ്ങനെയാണ്? ആ CCTV-യിൽ 1:53 എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ആ രേഖപ്പെടുത്തലാണ് ഇതിൻ്റെയൊക്കെ ആധാരം. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ.
ശരിക്കും അന്ന് ആ വീട്ടിലോ ആ വീടിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിലെ ഉത്സവം ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അവിടെ അവൾ രാത്രി 2 മണി വരെ കറങ്ങാൻ പോയിട്ടില്ല. ഇതൊക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു. നാട്ടിലെ ക്ഷേത്രത്തിലെ താലപ്പൊലിക്ക് വേണ്ടിയിട്ടാണ് അവൾ ബംഗളൂരുവിൽ നിന്ന് എത്തിയത് തന്നെ. രാത്രി ഏതാണ്ട് 7 കൂടിയാണ് കാണാതായി എന്നുള്ള ഒരു അങ്കലാപ്പ് വരുന്നത്. വൈകിട്ട് ഏതാണ്ട് 5:30 വരെ അവൾ ഫോണിൽ വിളിച്ചിരുന്നു അമ്മയെ വിളിച്ചവർ പറഞ്ഞിരുന്നു, അമ്മ ഞാൻ വരികയാണ്, വന്നുകൊണ്ടിരിക്കുന്നു എന്ന്. വേണ്ടിയിട്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം കുട്ടി ഞങ്ങൾ കരുതി വെച്ചാൽ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ അവരും അയ്യപ്പൻ വിളക്ക് കാണാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതായിരിക്കാം. അപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്തു. ഈ താലപ്പൊലി പോലത്തെ താലപ്പൊലിയും കൊണ്ട് വന്നു. ഞങ്ങളത് കണ്ടു. അപ്പോൾ ചിത്രപ്രിയയുടെ ഒരു കൂട്ടുകാരിനെ അതിൽ കണ്ടപ്പം കുട്ടിയുടെ അമ്മ ചോദിച്ചതാണ്, എന്താ എവിടെ പോയി ചിത്രപ്രിയ എന്ന് ചോദിച്ചാണ്. അപ്പൊ അവര് പറഞ്ഞില്ല, കണ്ടിട്ടില്ല, അവർ നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സംശയം തോന്നി. ഏകദേശം ഒരു 7 മണി 7 ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്താണ്, സന്ധ്യക്കാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിളിക്കാൻ തുടങ്ങിയതാണ് ഈ കുട്ടിയെ. പക്ഷെ കുട്ടി ഫോൺ എടുത്തില്ല. കുറെ പ്രാവശ്യം വിളിച്ചു. അതിന് മുന്നേ ഒരു 6 മണിക്ക് 5:30 എങ്ങനെയാണെന്ന് തോന്നുന്നു കുട്ടി പറയുന്നുണ്ടായിരുന്നു, അമ്മ ഞാൻ വന്നോണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ടൈം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, വന്നോണ്ടിരിക്കുകയാണ്, ഞാനിപ്പോ അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുകയെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും അതൊരു എന്താ പറയാ, ഒരു ഒന്നും തോന്നിയില്ല. അപ്പൊ അവരത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടി അവിടെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പക്ഷെ വൈകുന്തോറും കുട്ടിയെ കണ്ടില്ല, ടെൻഷനായി. കുട്ടി ചിത്രപ്രിയയുടെ കൂട്ടുകാരികളൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പൊ അവരൊക്കെ പറഞ്ഞത് ഞങ്ങളന്ന് സന്ധ്യക്ക് അവിടെ കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ അലൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ കൂടെ കണ്ടു എന്ന് ചിലര് പറഞ്ഞു, ബൈക്കിൽ പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങോട്ടാണ് എന്താണെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോ പിന്നീടാണ് ഇപ്പോഴാണ് ഞങ്ങളും ഞെട്ടിക്കുന്ന വാർത്ത അറിയുന്നത്. ഞെട്ടിക്കുന്ന വാർത്ത അവർക്കും അറിഞ്ഞത് ആ സമയത്താണ്. ഒരുപാട് വിചാരണ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ നടന്നു കഴിഞ്ഞു ചിത്രപ്രിയയ്ക്കും ആ കുടുംബത്തിനുമെതിരെ. പക്ഷെ അവളെപ്പറ്റി അറിയാത്തവരാണ് സോഷ്യൽ മീഡിയയിലെ ആ ചിത്രവധത്തിന് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ദുഃഖകരം. പഠനത്തിൽ മിടുക്കിയാണവൾ, ഡാൻസിൽ മിടുക്കി, സ്പോർട്സിൽ മിടുക്കി, വോളിബോൾ ചാമ്പ്യനായിരുന്നു അവൾ. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു മിടുമിടുക്കി എന്ന് പേരെടുത്തവളാണ്. കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒപ്പം പഠിക്കുന്നവർക്കും ഒക്കെ പ്രിയപ്പെട്ടവളാണ് അത്തരത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. കലാകായിക രംഗത്തായാലും ഡാൻസിലായാലും നല്ല മികവുള്ള ഒരു കുട്ടിയാണ്. അപ്പം പല സ്റ്റേജ് പരിപാടിയിലും നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കലാകായിക രീതിയിലായ, അതായത് വോളിബോൾ ചാമ്പ്യനാണ്, വോളിബോൾ ചാമ്പ്യനാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, മുന്നേ നടത്തിയിരുന്ന എക്സാമുകളിലൊക്കെ നല്ല രീതിയിലുള്ള മാർക്കൊക്കെ മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഞാനും ഞങ്ങളൊക്കെ അതിന് സാക്ഷികളായിരുന്നു. കുട്ടി ഒരിക്കലും പഠനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലോ പിന്നോട്ടല്ലായിരുന്നു. അവൾ നല്ല ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്സ് വീട്ടിൽ വരാറുണ്ടായിരുന്നു. എന്റെ വീട്ടിലല്ല, അവളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തരമൊരു സൈബർ ആക്രമണം നേരിടുമ്പോൾ ഇപ്പോൾ ശരത് സൂചിപ്പിച്ച പോലെ ആ കുടുംബത്തിന്റെ ഒരവസ്ഥ, കൂട്ടുകാർ, അവരുടെ സർക്കിൾ, അവരൊക്കെ നേരിടുന്ന ഒരു സാഹചര്യം എത്രമാത്രം മാനസികമായി അത് അവർക്ക് ആഘാതം ഏൽപ്പിച്ചിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ബംഗളൂരുവിലാണ് ഇവൾ ഏവിയേഷൻ കോഴ്സ് പഠിച്ചിരുന്നത്. ആ കോഴ്സ് കഴിഞ്ഞ് വലിയൊരു ഭാവി സ്വപ്നം കണ്ടിരുന്നവളാണ് ചിത്രപ്രിയ. എന്നാൽ സംഭവിച്ചത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ചില കാര്യങ്ങളാണ്. ചിലപ്പോൾ ജീവിതം അങ്ങനെയാണ്, പക്ഷേ അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ കഴിയില്ലല്ലോ. അത് ഞങ്ങളാണ് എന്ന് സധൈര്യം വിളിച്ചു പറഞ്ഞ ആ കുട്ടികളെ കൂടി ഓർപ്പിക്കട്ടെ. അതായത് ആ CCTV ദൃശ്യത്തിൽ യഥാർത്ഥത്തിൽ ബൈക്കുമായി എത്തിയ ആ ദമ്പതികൾ, അവർക്കുണ്ട് ഒരു ബിഗ് സല്യൂട്ട്. അവരങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും ചിത്രപ്രിയയെയും ആ വീട്ടുകാരെയും പഴിച്ചുകൊണ്ടേ ഇരുന്നേനെ സോഷ്യൽ മീഡിയയിലെ പ്രബുദ്ധ കേരളം. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അവർ ആ വീഡിയോസ് ഇങ്ങനെ പ്രചരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് അതിൽ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു മരണം നടക്കുമെന്നൊന്നും അവരും വിചാരിച്ചില്ല. അപ്പൊ അതുകൊണ്ടാണ് അവര് കുറച്ചൊന്ന് പിന്നോട്ടായത്. അവർക്ക് ഈ മീഡിയാസിന്റെ മുന്നിൽ വരാനുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസിൽ അവർക്ക് അത് റിപ്ലൈ ചെയ്യണം തോന്നി. അങ്ങനെയാണ് അവർ എന്നെ അടുത്ത് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ചോദിക്കുന്നത്. ഞാൻ നമ്പർ കൊടുത്തു. ഇന്നലെ രാത്രിയാണ്, നേരെ വൈകിട്ടാണ് അവരെന്നെ വിളിച്ചത്. അവർക്ക് സംസാരിക്കണം എന്ന് തന്നെ പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പൊ വിഷ്വൽസിലുള്ള ഒരു ആളും അയാളുടെ ഭാര്യയാണ് എന്നോട് സംസാരിച്ചത്. കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ സിനിമയ്ക്ക് പോകുമ്പോൾ യാദൃശ്ചികമായിട്ട് അവിടെ വന്നതാണ്.
അപ്പൊ ആ വിഷ്വൽസ് ഉള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ അങ്ങനെ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോൾ പിന്നെ ഈ ചാനലിന്റെ കൂടെ അല്ലെങ്കിൽ പോലീസിനോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് മരണം സംഭവിച്ചപ്പോൾ അവർക്ക് അത് പെട്ടെന്ന് പേടിയായി. എങ്ങനെയാണ് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഇവരുടെ കുടുംബാംഗങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ള പേടിയിലായിരുന്നു അവര്. ഇനി സ്വയം വിചാരണയിലേക്കാണ് 20th അവർ പോകുന്നത്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ, അങ്ങനെയാണല്ലോ. എപ്പോഴും ഒരു വാർത്ത ഒരു ന്യൂസ് ഡെസ്കിലേക്ക് വരുന്ന അതേ രീതിയിൽ തന്നെയാണ് ചിത്രപ്രിയയുടെ മരണവാർത്തയും ഞങ്ങളിലേക്ക് എത്തുന്നത്. ഒരു ബിരുദ വിദ്യാർത്ഥിയുടെ മരണം, അത് കൊലപാതകമാണ് എന്നായിരുന്നു ആ വാർത്ത. അതിനോടൊപ്പം തന്നെയാണ് ആ CCTV ദൃശ്യം ഞങ്ങൾ കൊച്ചി ബ്യൂറോയിൽ നിന്ന് ഡെസ്കിലേക്ക് വരുന്നത്. ചിത്രപ്രിയയുടെ ചിത്രങ്ങൾക്കൊപ്പം ഒരു CCTV ദൃശ്യവും ഉണ്ടായിരുന്നു. ആ ദൃശ്യം എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടിയെന്നത് പോലീസ് തന്നെ പരിശോധിക്കട്ടെ. CCTV ദൃശ്യങ്ങൾ അങ്ങനെ അനായാസം പ്രചരിക്കേണ്ട ഒന്നാണോ എന്നുള്ളത്, അതും ഒരു കൊലപാതക വാർത്തയിൽ എന്നുള്ളത് വളരെ വ്യക്തമായി സ്പഷ്ടമായി പോലീസ് അന്വേഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ആ ദൃശ്യം തെറ്റെന്ന് ആദ്യം ചൂണ്ടിക്കാട്ടിയ അഖിൽ നേരത്തെ എന്നോട് പറഞ്ഞതുപോലെ ആദ്യം നൽകുന്ന വാർത്ത അത് ആഴത്തിൽ പതിഞ്ഞു നിൽക്കാനാണ് സാധ്യത. സത്യമാണത്. പക്ഷേ വൈകിയും ഖേദം പ്രകടിപ്പിക്കേണ്ടിടത്ത് അത് വേണമല്ലോ, അല്ലേ അഖിൽ? അതെ, സത്യം പറഞ്ഞ ആ ഒരു സമയത്തിന്റെ കാര്യത്തിലാണ് ഈ ഒരു ന്യൂസിൽ ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് പോയിന്റ് ഉണ്ടായി വന്നത്. ആ ഒരു CCTV ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഒരു കുടുംബം ഇപ്പൊ ആ ഒരു മരണത്തെക്കാൾ കൂടുതൽ ഈ ഒരു നെഗറ്റീവ് ന്യൂസ് കാരണമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു ന്യൂസ് സ്പ്രെഡ് ആയതിനു ശേഷം അതിനെ നമ്മൾ തിരുത്താൻ ശ്രമിച്ചാലും ഏകദേശം ആൾക്കാരിലോട്ട് ആദ്യം എത്തുന്ന ന്യൂസ് ആയിരിക്കും ആൾക്കാർ കൂടുതലും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു ന്യൂസ് പുറത്തു വിടുമ്പോൾ അതിന്റെ മാക്സിമം ജെനുവിനിറ്റി നമ്മൾ നോക്കിയിട്ട് മാത്രമേ, അത് നിങ്ങളെന്ന് പറയുമ്പോൾ മീഡിയാസ് ആണ്, നിങ്ങളെ കാണുന്ന ആൾക്കാർ അത്രയും വൈഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അവരുടെ മനസ്സിലോട്ട് ഒരു വ്യക്തിയുടെ ചിത്രം അങ്ങനെ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാനായിട്ട് ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യമാണ്. ചിത്രപ്രിയയുടെ വീട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവളുടെ സഹോദരി ഭർത്താവ് ശരത്ലാൽ ചോദിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ പറയുന്നത് എഡിറ്റ് ചെയ്യാതെ മുഴുവനായി നൽകാമോ എന്ന്, അതായത് തലയും വാലും മുറിക്കാതെ നിങ്ങൾക്കിത് ഓണറിൽ കൊടുക്കാമോ എന്ന്. തെറ്റുപോയെങ്കിൽ അത് തിരുത്താൻ വേണ്ടി തന്നെയാണ് ശരത്തെ ഞാൻ അങ്ങോട്ട് വിളിച്ചത് എന്ന് ശരത്തിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ശരത്ത് പറയും എന്താണ് ശരത്ത് ഉദ്ദേശിക്കുന്നതെന്ന്. ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു വിഷയം നിങ്ങൾ തീർച്ചയായും അത് ചാനലിൽ കൊടുക്കണം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചാനലിന് മുന്നിൽ സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അപകടം, അല്ലെങ്കിൽ വലിയൊരു അപകടം വരണം ഞങ്ങളുടെ കുടുംബത്തിലും ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാ ചാനൽസിനോടാണ് പറയുന്നത്, ഒരു വിവരം എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റീച്ച് ആവാൻ വേണ്ടി പല രീതിയിൽ കമന്റ്സുകളും തമ്പനയിലുകളും കൊടുത്തിട്ട് ഇങ്ങനെ റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നതുണ്ടല്ലോ, വളരെ തികച്ചും തെറ്റാണ്. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും തികച്ചും തെറ്റാണ്. പക്ഷെ നിങ്ങൾ വീഡിയോസിന്റെ ന്യൂസ് ചാനലിന്റെ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തികച്ചും തെറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ എത്ര പേർക്കായിരിക്കും പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാന്നാണ് നിങ്ങൾ ഓർക്കുന്നില്ല. അത് എന്താ പറയുക, ഈ ഒരു വേദി കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നു. ഇനിയെങ്കിലും ഇതുപോലെ ഒരു കുട്ടി എന്താ പറയുക സൈബർ ആക്രമണത്തിന് ഇരയാവരുത്, ഒരു കുടുംബം അനാഥമായി പോകരുത്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയസിൽ നല്ല ആൾക്കാരുണ്ടാവും, ഇതുപോലെ പല രീതിയിലുള്ള മോശം ആൾക്കാരുണ്ടാവും. ചാനലിന്റെ പേരുകളൊന്നും ഞാനിവിടെ എടുത്തു പറയുന്നില്ല. പക്ഷെ എന്താ പറയാ, അത് വളരെ വിഷമമുണ്ടാക്കി. പക്ഷെ ഇപ്പൊ എനിക്കതിലൊരു സന്തോഷം തോന്നുന്നു. ഞാൻ ആ ഒരു വീഡിയോസ് ഇട്ടത് പലരും കണ്ടു, പല രീതിയിലുള്ള പോസിറ്റീവ് ഫീഡ്ബാക്കുകൾ കിട്ടി. ആ ഒരു കറക്റ്റ് സമയത്തുള്ള ഇടപെടലുകൾ നടത്തിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരെയുള്ള പല തെറ്റിദ്ധാരണകളും മറ്റുള്ളവരിൽ നിന്നും മാറി കിട്ടി. എനിക്കതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും മറ്റ് ചാനലുകളും ഈ കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ട് വരുന്ന കുറെ പേരുണ്ടല്ലോ, എങ്ങനെയെങ്കിലും കമന്റ്സ് ഇട്ട് ആ കമന്റ്സ് കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് ചെയ്യുന്നത് വളരെ തെറ്റാണ്. നാളെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കെതിരെയായിരുന്നു ആ വിമർശനം. ഒരു വാക്ക് പോലും എഡിറ്റ് ചെയ്യാതെയാണ് ശരത്തിന്റെ ഈ ബൈറ്റ് ഞാൻ കൊടുത്തത്. അതിൽ വ്യക്തമായിട്ടുള്ള ബോധ്യവുമുണ്ട്. കാരണം ആ ഒരു അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുക തന്നെ വേണമല്ലോ. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഈ ദൃശ്യം വ്യാജമാണ് എന്ന് പുറത്തു വന്നു എന്നുള്ളതാണ്. ആ ദമ്പതികളാണ്. ആ ദമ്പതികളെ എങ്ങനെ നിങ്ങളെ കേൾപ്പിക്കാതിരിക്കാൻ കഴിയും? അവരുടെ പേര് ഞാനായി പുറത്തു പറയുന്നില്ല, അവർക്ക് അതിൽ ധൈര്യക്കുറവുമില്ല. പക്ഷേ കുടുംബം, വീട്ടുകാർ അതിനെ ഏത് സെൻസിലെടുക്കുമെന്നുള്ള ഒരു ആശങ്കയുണ്ട്. കാരണം അവരും കുട്ടികളാണ്.
വളരെ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ച 2 പേർ. വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നവരാണ് അവർ. അവർക്ക് ആ പെൺകുട്ടിയുടെ കുടുംബം നേരിടുന്ന ആ ആക്രമണത്തെപ്പറ്റി, സൈബർ ഇടത്തെ വേട്ടയാടലിനെ പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. കയറൂരി വിട്ട ജെൻസി പിള്ളേരെ വിമർശിച്ചവരാണ് അന്ന് ആ കൊലപാതക വാർത്ത വന്ന പാടെ നമ്മുടെ ചുറ്റുമുള്ളവർ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ ദമ്പതികളും ജെൻസികളാണ്. ബ്രോ, ഇത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ട്സുമായിട്ട് നൈറ്റ് റൈഡ് വന്നതിൻ്റെ ഒരു വീഡിയോസാണ് ഇപ്പം സോഷ്യൽ മീഡിയ ഫുൾ ഇങ്ങനെ പബ്ലിഷ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ മരിച്ചുപോയ കുട്ടി അവരുടെ വീഡിയോ ആണെന്നുള്ള രീതിയിൽ പബ്ലിഷ് ആക്കുന്നത്. പക്ഷെ ആ വീഡിയോയിലുള്ളത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ട്സുമാണ്. ഞങ്ങളിങ്ങനെ നൈറ്റ് റൈഡ് ഇങ്ങനെ പോകാറുള്ളതാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടേക്ക് വന്നതാണ്. ആ വീഡിയോയാണ് ഇപ്പം ഇവർ വേണ്ടാത്ത രീതിയിൽ ഇങ്ങനെ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ ഫുൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. 2 പേരും ചേർന്ന് ഒരു സെൽഫി വീഡിയോ ആയിട്ട് അത് എടുത്തു തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്നുള്ള ഭയവും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു വോയിസ് എടുത്താൽ മതി, പേരും മുഖവും ഒന്നും വെളിപ്പെടുത്തേണ്ട, ഇനി മറ്റൊരു സൈബർ ആക്രമണത്തിനുകൂടി നമ്മളെ വഴിവെക്കരുതല്ലോ. എന്നാലും കേസ് അന്വേഷണം അത് പുരോഗമിക്കുകയാണ്. കുടുംബം അന്വേഷണ സംഘത്തിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുന്നുമുണ്ട്. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷിക്കുമെന്ന് കഴിഞ്ഞ ദിവസം റൂറൽ SP വ്യക്തമാക്കിയിരുന്നു. നിലവിൽ അലൻ മാത്രമാണ് പ്രതി. സ്ഥലത്തെത്തിച്ച് പ്രതിയെ തെളിവെടുപ്പും നടത്തും. ചിത്രപ്രിയയുടെയും അലന്റെയും മൊബൈൽ ഫോണുകൾ അത് പരിശോധിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരും. അത് ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. 2 ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനാണ് പോലീസിന്റെ തീരുമാനവും. അലന്റെ പൂർവ്വകാല ജീവിതം, അത് ആ സാഹചര്യങ്ങളെക്കുറിച്ചും സൗഹൃദങ്ങളെ സംബന്ധിച്ചും പോലീസ് ഒരു വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. മദ്യലഹരിയിലാണ് അത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്നാണ് പ്രതി ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നത്. മദ്യം മാത്രമാണോ, മറ്റ് ലഹരികൾ ഇയാൾ ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതൊക്കെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. എന്നാലും ബംഗളൂരുവിൽ പഠിച്ചിരുന്ന ചിത്രപ്രിയയ്ക്ക് അവിടെ ഒരു വലിയ സുഹൃത്ത് വലയം തന്നെയുണ്ട്. അവിടെയുള്ള സുഹൃത്തുക്കൾക്കും ഇനി ഒരു സുഹൃത്ത്, ആൺ സുഹൃത്ത് പ്രത്യേകമായുണ്ടെന്നുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നൊക്കെ ഈ അലൻ പറയുന്നുണ്ടായിരുന്നു. ഇവർക്കിടയിൽ ശത്രുതയ്ക്ക് ഇടയാക്കിയ മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബംഗളൂരുവിലുള്ള സുഹൃത്തുക്കളെയും അവരിൽ നിന്നും പോലീസ് വിവരം തേടും. ചിത്രപ്രിയ, നിന്നെ കൊന്നതിൻ്റെ കാരണം എന്തുമാകട്ടെ അത് പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ. മാത്രമല്ല, ഒരിക്കൽ കൂടി ചിത്രപ്രിയയുടെ ദൃശ്യം തെറ്റായി പ്രചരിപ്പിച്ചതിന് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. അവറിന്റെ നിഗൂഢതകളുടെ ഈ അരമണിക്കൂർ നേരം പൂർണ്ണമാവുകയാണ്. ഇനി വീണ്ടും തിങ്കളാഴ്ച 20-ാം മണിക്കൂറിൽ. നമസ്കാരം.